അനുമോളുടെ വിവാഹ വാർത്ത എത്തിയപ്പോൾ ഏറ്റവും അധികം ചർച്ചയായ ഒരു പേര് അനീഷിന്റെയാണ്. അനീഷ്, ജീവൻ വേണുഗോപാൽ തുടങ്ങിയവരുടെ പേരൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി. കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിനിടെ അനീഷിനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ വളയുകയും അനുമോളുടെ വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുകയും അനുമോൾ വിവാഹത്തിന് വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയും ഉണ്ടായി. ഇതിന് അനീഷ് നല്ല മറുപടിയും പറയുന്നുണ്ട്. ചിരിച്ചുകൊണ്ടാണ് അനീഷ് ഉടനീളം നിൽക്കുന്നതെങ്കിലും ആ കണ്ണുകളിൽ ചെറിയൊരു കണ്ണുനീരിന്റെ നനവില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം. അനീഷിനെയും ജീവനെയും അനുമോൾ വിവാഹത്തിന് വിളിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം തന്റെ സന്തോഷത്തിൽ തന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്നവരെ മാത്രമാണ് അനുമോൾ ആഗ്രഹിക്കുന്നത്. തന്റെ വിവാഹ സമയത്ത് തന്റെ ഒപ്പം സന്തോഷത്തോടെ നിൽക്കുന്നവർ മാത്രം മതി എന്ന തീരുമാനമായിരുന്നു അനുവിനും ഭുവനും. മലയാളിയായ അനുമോൾ തമിഴ്നാട്ടുകാരനുമായി വിവാഹം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം ചോദിച്ചത് ഇനി അനുമോൾ ചെന്നൈയിലേക്കാണോ എന്നാണ്. ചെന്നൈയിലെ മരുമകളായി അനുമോൾ മാറിയെന്നും ഇനി ചെന്നൈയിലേക്ക് പറക്കുമോ എന്നുമൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ലക്ഷറി ഫ്ലാറ്റ് തന്നെ ഭുവനും അമ്മയും അനുമോൾക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയാണ് അവർ താമസം. ചെന്നൈയിലേക്കില്ല, തനിക്ക് ഇഷ്ടം തൻ്റെ കേരളം തന്നെയാണ് എന്നാണ് അനുമോളുടെ പക്ഷം. ഭുവനും അമ്മയും ഇപ്പോൾ ഫ്ലാറ്റിലാണ്. അവർക്കൊപ്പം തന്നെയാണ് അനുമോളുടെ പുതിയ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജൂണിലാണ് ഇവർ പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിയത് തിരുവനന്തപുരത്ത്. അങ്ങനെ തിരുവനന്തപുരത്ത് ഇപ്പോൾ താമസിക്കുകയാണ് അനുമോൾ. താൻ ഇടയ്ക്കിടെ ഈ ഫ്ലാറ്റിലേക്ക് വരാറുണ്ടായിരുന്നു എന്നും ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നും തനിക്ക് ഈ ഫ്ലാറ്റൊക്കെ ചിരപരിചിതമാണെന്നുമൊക്കെയാണ് അനുമോൾ പറഞ്ഞിരുന്നത്. എന്താണെങ്കിലും വിവാഹശേഷം തിരുവനന്തപുരത്തിന് അല്ലെങ്കിൽ മലയാളികൾക്ക് അനുമോളെ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടി ഇനി വേണ്ട. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയും അനുമോളും ഒക്കെ പറഞ്ഞതുപോലെ നമുക്കൊരു സുന്ദരനായ ചുള്ളനായ തമിഴ് ചെക്കനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്തത് എന്നതാണ് സത്യം. നമ്മുടെയൊക്കെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ് നമ്മൾ പയ്യന്റെ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അമ്മായി അമ്മയ്ക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത്തവണ അനുവും അത് തന്നെ പാലിച്ചിരിക്കുകയാണ്. അനുവിൻ്റെ നാട്ടിൽ, അതായത് നമ്മുടെയൊക്കെ കേരളത്തിൽ ഈ ചടങ്ങുണ്ടെങ്കിലും പുറത്തോട്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെയൊരു ചടങ്ങുണ്ടോ എന്ന കാര്യത്തിൽ അനുവിന് വലിയ പിടുത്തമൊന്നുമില്ല. എങ്കിലും നമ്മുടെ ചടങ്ങ് നമ്മൾ നടത്തണമല്ലോ എന്നൊരു ആവേശത്തിലാണ് അമ്മായി അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാൻ അനു തീരുമാനിക്കുന്നത്. വലതുകാലം വെച്ച് വീട്ടിലേക്ക് കയറുമ്പോഴാണ് അമ്മായി അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നത്. അത് സ്വർണം തന്നെയായിരിക്കും എപ്പോഴും കൊടുക്കാറുള്ളത്. സ്വർണം, ഡ്രസ്സ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നല്ല സാരിയോ സ്വർണമോ വളയോ മാലയോ മോതിരമോ അങ്ങനെ എന്തെങ്കിലും അമ്മായി അമ്മയ്ക്ക് അണിയിച്ചു കൊടുത്തിട്ടാണ്, അമ്മായി അമ്മയെ സന്തോഷിപ്പിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് ആ മരുമകൾ കയറുന്നത്. അതുപോലെ തന്നെ അമ്മായി അമ്മ മകൾക്കും മരുമകൾക്ക് സമ്മാനം കൊടുക്കാറുമുണ്ട്. എന്നാൽ അനുവിൻ്റെ സമ്മാനം കിട്ടിയപ്പോൾ അമ്മായി അമ്മ പറഞ്ഞത്, എനിക്കിതൊന്നും തരേണ്ട ആവശ്യമില്ല, നീ എൻ്റെ മരുമകളല്ല മകൾ ആണെന്നാണ്. ഭുവൻ ആ അമ്മയുടെ ഒരൊറ്റ മകനാണ്. അമ്മയും മകനും മാത്രമുള്ള ആ ലോകത്തേക്ക് ഇപ്പോൾ അനുവും കൂടി എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ എനിക്ക് ഒരു മകനല്ല 2 മക്കളാണെന്നാണ് ഭുവൻ്റെ അമ്മ